അതിപ്പോ എത്ര മോഡേൺ യുഗത്തിൽ ജീവിച്ചാലും അപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. അല്ല, അവർക്കൊരു നമുക്ക് ജന്മം നൽകിയ ആൾക്കാരല്ലേ. ബൈബിളിൽ ഈ സാധനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണും പെണ്ണുമായിട്ടുള്ള സെക്സും പുരുഷനും പുരുഷനായിട്ടുള്ള സെക്സിനെ പറ്റി പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ നിർബന്ധമില്ല. സാറിനെ പോലെ ജീവിക്കാനും വേണം തൊലിക്കെട്ടി. ആ തൊലിക്കെട്ടി ഇല്ലാത്ത ആൾക്കാരാണ് ജോലിക്ക് പോണേ. പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് പോണില്ല എന്ന് പറഞ്ഞാൽ പൈസ നഷ്ടപ്പെട്ടാ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കണം എന്ന് പറഞ്ഞു. അതിനെന്താ പ്രശ്നം? എന്റെ അഭിമാനത്തിന് ദോഷം വരുന്ന ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും. അത് എന്റെ മാത്രം ഡിസിഷനാണ്. അപ്പനായിരുന്നാലും അമ്മയായിരുന്നാലും അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരുന്നാലും മാതൃകയാണെങ്കിൽ മാത്രമേ ബഹുമാനമുള്ളൂ. അല്ലാതെ അപ്പനായതുകൊണ്ട് പ്രത്യേക ബഹുമാനമില്ല. ഇത്ര പ്രൗഡായിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കേരള സമൂഹം അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും. സമൂഹം എന്നെ അംഗീകരിക്കണ്ട, ബട്ട് എന്റെ തീരുമാനങ്ങളായിരിക്കുമല്ലോ. തെണ്ടി ജീവിക്കുന്നവരെ കുറ്റം പറയുക തന്നെയാണ്. തെണ്ടി ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. ഇത്ര നേരം സംസാരിക്കുമ്പോഴും സാറ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു വ്യക്തി പറയുന്നതിനെ എതിർക്കുക എന്നുള്ളതല്ലാതെ വേറെ ലക്ഷ്യമുണ്ട് എന്ന് എനിക്കറിയാം. എന്നെ സംബന്ധിച്ച് കേരള ജനത അങ്ങനെ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം നമുക്കൊരു അസുഖം വന്നു, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വഴി ചുമ്മാ തെണ്ടിയാൽ മതി, നമുക്ക് കോടിക്കണക്കിന് രൂപ ഇന്ന് കേരള സമൂഹത്തിലുണ്ട്. അല്ല, സാറിന് അപ്പൊ ഒരു ഉളുപ്പെന്ന് പറഞ്ഞ സാധനമില്ലേ? ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI. ചെറുതിന്റെ പവർ. ഞാൻ മാനവികനല്ല, മനുഷ്യനല്ല നിങ്ങളെ പോലെ, എക്സ് മനുഷ്യൻ എന്നൊരു ടാഗിൽ ഒരു പ്രൊഫൈല് ഞാൻ കണ്ടു. അപ്പം മനുഷ്യനാണെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മളൊക്കെ എന്താണ് അദ്ദേഹം ഇങ്ങനെ എഴുതാനായിട്ടുള്ള കാരണം എന്തെന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഗസ്റ്റിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. ഷെജിൻ സാർ, നമസ്കാരം. നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് പ്രൊഫൈലിൽ അങ്ങനെ ഒരു സാധനം എഴുതിയിരിക്കുന്നത്? എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ മാനവികനല്ല, നിങ്ങളെ പോലെ മനുഷ്യനല്ല. നിങ്ങളെ പോലെ അതെന്താണ്? അതിനുള്ളൊരു റീസൺ എന്താണ്? അതിന് ഒരുപാട് റീസൺ ഉണ്ട്. ഒരു റീസൺ അല്ല, ഒരുപാട് റീസൺ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുക്കാം. ഫസ്റ്റ് കൃപാസനം എടുക്കാം, അല്ലേ? അതെ. കൃപാസനത്തിൽ വിശ്വാസിയാണോ? ഇല്ല, ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നു. ഓക്കെ, കർമ്മയിൽ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു വിശ്വാസിയാണ്. അതെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ അവിടെ, ഒരു അമ്മേനെ അവിടെ ഒരു മകൻ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മകനെ അമ്മ കൊണ്ടുപോകുന്നു. അപ്പോൾ അയാൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതെ പോകുന്നു, അല്ലേ? അപ്പോൾ അതൊരു മാനവികമായിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് ഞാൻ കാണുന്നില്ല. ഇതേപോലെ തന്നെ ഹോമിയോപ്പതിയിൽ പോവുകയാണെങ്കിൽ അതും ഞാൻ കാണുന്നില്ല. ഇതേപോലെ ആയുർവേദത്തിൽ പോകണമെങ്കിലും കാണുന്നില്ല. അവിടെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. അവിടെ ആ വ്യക്തിയുടെ സമൂഹത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ ഒക്കെ കൺസേൺ, അല്ലെങ്കിൽ അവര് അറിവോട് കൂടിയിട്ടാണ് പോകുന്നത്. ഒരു പക്ഷേ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒന്നിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകാതെ ഒരു ലാസ്റ്റ് ശ്രമം എന്ന നിലയിലായിരിക്കാം പോകുന്നത്. അപ്പൊ എവിടെയാണ് അവിടുത്തെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്? ആ വ്യക്തിയെ രക്ഷിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ള ആൾക്കാരല്ലേ കൂടെ ഉള്ളോ? അവർക്ക് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരെതിരെ പറയുന്നു. ആ ഒരു സ്ഥാപനം തുറന്നു വെച്ച് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാർക്കെതിരെ പറയുന്നു. അവര് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഒരു നോ പ്രോബ്ലം. ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി പൈസ കൊടുത്താലോ പ്രാർത്ഥിച്ചാലോ മാത്രമല്ലല്ലോ അസുഖം പോകും. അല്ല, അസുഖം മാറുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം ലാസ്റ്റ് ശ്രമമായിരിക്കും ദൈവത്തിലേക്ക് എന്നുള്ളൊരു. ദൈവത്തിലോട്ട് പൊയ്ക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ. ദൈവത്തിലോട്ട് പൊയ്ക്കോട്ടെ. നിങ്ങളിപ്പോ കർമ്മയില് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെയൊന്നും പറയുന്നില്ലല്ലോ. അതെ, കർമ്മയ്ക്കെതിരെ പറഞ്ഞിട്ടിരിക്കും, നിങ്ങൾക്കെതിരെ പറയുന്ന കാര്യമില്ല. അപ്പൊ കർമ്മയില് സാറ് വിശ്വസിക്കുന്നില്ല? ഇല്ല, ഞാൻ വിശ്വാസിയല്ലല്ലോ. അവിശ്വാസിയല്ല. കർമ്മ കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ. ഞാനിപ്പോ ഒരു ജോലി ചെയ്യുന്നു, എനിക്ക് സാലറി കിട്ടും, അതാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ കർമ്മം ചെയ്തിട്ട് കിട്ടിയതല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാലറി തരുന്ന ആളും കൂടെ വിചാരിക്കണ്ടേ? സാലറി തന്നില്ലെങ്കിൽ കർമ്മം മാത്രമല്ലേ നടക്കുന്നുള്ളൂ. സാലറി തന്നില്ലേ നമ്മളത് വാങ്ങിക്കും. കർമ്മം മാത്രമല്ലേ നടക്കുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ഈ കർമ്മയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനം, ഫാദറിനെയോ മദറിനെയൊക്കെ അടിക്കുന്നത്, ഉടനെ അവിടെ കമന്റ് വരുന്നത് അടിച്ചതിന്റെ കർമ്മം നീ അനുഭവിക്കും എന്ന് പറയുന്നൊരു കമന്റ് കണ്ടിട്ടുണ്ടല്ലോ. അതിനെന്താ പറയുന്നത്? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഈ അടി കൊണ്ട ഫാദർ അയാളുടെ ഫാദറിനെ അടിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? അതായത് അവര് പാരമ്പര്യമായിട്ട് അടി കൊടുത്തോണ്ടേയിരിക്കുന്നു. അല്ല, അങ്ങനെയല്ല. അതിനൊരു ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു മീനിങ് കർമ്മം ശരിയാവുന്നില്ലല്ലോ. അല്ല, ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയാണേലും ആ
പ്രവൃത്തിയുടെ ഫലം നമ്മൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കും എന്നുള്ളത് ബൈബിളിലും പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണല്ലോ ബൈബിളിലെ കാര്യം വിട്, ഞാൻ ഇത് തന്നെയാണല്ലോ പറയുന്നത്. അല്ല, അവിടെ ഇപ്പൊ ചിലപ്പോൾ അയാൾ അടിച്ചിട്ടുണ്ടാവണമെന്നില്ല, അയാളുടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ ചെയ്ത എന്തെങ്കിലും തെറ്റായിരിക്കും അയാൾക്ക് ഈ രീതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ പിന്നെ അതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നല്ലേ? അതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതിൽ രണ്ട് വശമുണ്ട്. കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് നമ്മളെല്ലാം ജനിച്ചു വരുന്ന ഒരു കസ്റ്റമുണ്ട്, അപ്പൻ അമ്മമാരെ ബഹുമാനിക്കണം എന്നുള്ളൊരു സാധനം. അതിപ്പോ എത്ര മോഡേൺ യുഗത്തിൽ ജീവിച്ചാലും അപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും. അല്ല, നമുക്ക് ജന്മം നൽകിയ ആൾക്കാരല്ലേ, ഒരു ബഹുമാനം വേണ്ടേ? അത് സ്വയം ഉണ്ട്, അത് ബഹുമാനിക്കണോ വേണ്ടയോ എന്നുള്ള വ്യക്തി താല്പര്യമാണ്. മാതൃകയാണെങ്കിൽ ബഹുമാനിക്കും. അപ്പനായിരുന്നാലും അമ്മയായിരുന്നാലും അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരുന്നാലും മാതൃകയാണെങ്കിൽ മാത്രമേ ബഹുമാനമുള്ളൂ. അല്ലാതെ അപ്പനായതുകൊണ്ട് പ്രത്യേക ബഹുമാനമില്ല, ഇളയതാണെങ്കിലും മൂത്തതാണെങ്കിലും ഒക്കെ ബഹുമാനമുണ്ട്. ബഹുമാനത്തേക്ക് ആളാണെന്ന് പറയുമ്പോ ബഹുമാനമൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് ജന്മം നൽകിയ ഒരു സാധനം തന്നിട്ടുണ്ട് ഇല്ലേ? ജന്മം അവരാണല്ലോ നമുക്ക് ജന്മം നൽകിയത്. ഞാൻ പറഞ്ഞിട്ടാണോ തന്നത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എതിർക്കാനാണ്. എന്തിനാ നമുക്ക് എതിർക്കാം? അത് അവരുടെ ഇഷ്ടങ്ങളായിരുന്നു, നമ്മുടെ ഉണ്ടാക്കിയത്. അല്ല, ഇപ്പൊ സാറിന് മക്കളില്ലേ? പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പൊ എന്റെ ഫാദറിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടിരിക്കുന്നു അല്ലേ? എന്റെ മകനിലോട്ട് വന്നില്ലല്ലോ. അപ്പൊ എന്റെ ഇഷ്ടത്തിനല്ലല്ലോ അവരെന്നെ ഉണ്ടാക്കിയത്, അവരുടെ ഇഷ്ടപ്രകാരം എന്നെ ഉണ്ടാക്കി അല്ലേ? അതിന് ഞാൻ തന്നെ അവരെ ബഹുമാനിക്കുന്നു. ശരി, ഇപ്പൊ നാളെ ഇതേ ക്വസ്റ്റ്യൻ സാറിന് രണ്ട് മക്കളുണ്ട്, അവരിതുപോലെ ചെയ്തിട്ട് എന്താണെങ്കിലും ഇപ്പൊ ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ ഇതുപോലെ ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ അപ്പനമ്മമാരെ ബഹുമാനിക്കുന്ന ഇത്തരത്തിലൊരു സെയിം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പറയാണ് എന്റെ അനുവാദം ചോദിച്ചിട്ടല്ല എന്റെ അപ്പനും അമ്മയും എനിക്ക് ജന്മം നൽകിയെന്ന് പറയില്ല. ഞാൻ എന്റെ മക്കൾ എന്നെ ബഹുമാനിക്കണമെന്ന് പറയുന്നേ ഇല്ല. സാഹചര്യങ്ങളാണ് സാർ, നമ്മൾ എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഈ സംസാരിക്കുന്ന സാഹചര്യത്തിലല്ലേ പറയാൻ പറ്റും. അതെ, ഞാൻ ഇത് കുറെ വർഷങ്ങളായിട്ട് പറയുന്നത് തന്നെ, ഞാൻ ഈ ഏജ് നോക്കി ബഹുമാനിക്കുന്ന ആളല്ല. ഓക്കെ, ഒരു പ്രവൃത്തി കണ്ടിട്ട് അയാളെ ബഹുമാനിക്കണമെങ്കിൽ അയാൾ എന്റെ കാട്ടി, ഇപ്പൊ എനിക്ക് 46 വയസ്സുണ്ട്, 45 വയസ്സ്, 1 വയസ്സുള്ള കൊച്ചിനാണെങ്കിലും ബഹുമാനിക്കും. അവിടെ പ്രായമൊന്നുമില്ല അല്ലേ? അപ്പൊ അപ്പനായിരുന്നാലും അമ്മയായിരുന്നാലും ബഹുമാനിക്കണമെങ്കിൽ ബഹുമാനിക്കും. അല്ലാതെ കാര്യം ഉണ്ടെങ്കിലാണ്. ഈ ബഹുമാനം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന സാധനമൊന്നല്ല. അതല്ല, നമുക്ക് തോന്നി കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ എന്തിരുന്നാലും അപ്പനോടും അമ്മയോടും നമുക്ക് ഏതെങ്കിലും മൊമെന്റിൽ അവരോട് ഒരു ബഹുമാനം നമുക്ക് തോന്നില്ലേ? അപ്പനെ ബഹുമാനിക്കാം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എപ്പോഴും സ്ത്രീകളെ കുറച്ചധികം ഒരു ബഹുമാനം, കാരണം നമുക്ക് ജന്മം നൽകുന്ന ഗർഭപാത്ര ആ സ്ത്രീയുടെ ഉള്ളിലാണ് ഉള്ളത്. അവരത്രയും 10 മാസം അല്ലെങ്കിൽ 9 മാസവും 45 ദിവസവും അവർ നമ്മളെ വയറ്റിൽ ചുമന്ന് അവർ അത്രയും പെയിൻ സഹിച്ച് അവർ നമ്മളെ പുറത്തേക്ക് കൊണ്ടിരിക്കുക. അപ്പൊ അവരോടൊരു ബഹുമാനം, ആ ഒരു ചെയ്ത പ്രവൃത്തിയോട് നമുക്കൊരു ബഹുമാനം വേണ്ടേ? അതൊരാൾക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്കും തോന്നുന്നുണ്ട്. സാറിന് ഇതുവരെ സ്വന്തം അമ്മയോട് ബഹുമാനം തോന്നിയിട്ടില്ല? പ്രത്യേകമായിട്ട് എന്നെ ഇത്ര മാസം ചുമന്നത് കൊണ്ട് എനിക്കൊരു ബഹുമാനം ഇല്ല. അല്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ ഞാനും എന്റെ മദറും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ പല പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു കാരണങ്ങൾ കൊണ്ട് ഒരു ബോണ്ടിങ് ഉണ്ടാവാം. ഈ 9 മാസം ഇത്ര ദിവസം അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഇല്ല ഞാനും മദറും തമ്മിൽ. ഒരു ലേബർ പെയിൻ അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ലേഡി അല്ലെങ്കിൽ പ്രഗ്നൻസി അങ്ങനെയുള്ള എല്ലാ സ്ത്രീകളെയും ഞാൻ ഒരേപോലെ ബഹുമാനിക്കുന്നു ആ കാര്യത്തിൽ. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സ്ത്രീകളും ഒരുപാട്, പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒരു പ്രത്യേക പരിഗണന ഇല്ലെന്നാ പറഞ്ഞത്. അല്ല, അമ്മയ്ക്ക് പരിഗണന ഇല്ലെങ്കിലും ഇങ്ങനെ ജന്മം നൽകി നമ്മൾ പുറത്ത് വരുമ്പോ ആ വ്യക്തി എന്റെ അമ്മയാണെങ്കിൽ എന്റെ അമ്മ എന്നുള്ളൊരു ബഹുമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്യുന്ന ഒരു സ്ത്രീകളെല്ലാം പ്രസവിക്കുന്ന സ്ത്രീകൾക്കെല്ലാം എങ്ങനെയാണോ ആ പരിഗണന കൊടുക്കുന്നു അത് എന്റെ അമ്മയ്ക്കേ ഉള്ളൂ. പ്രിവിലേജ് ഒന്നുമില്ല. പ്രിവിലേജ് ഒന്നുമില്ല. അപ്പൊ സാറിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവരാഗ്രഹിക്കുന്ന ഒരു ഞാനൊരു വുമണാണ്. അപ്പം ഞാൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ഡെലിവറി കഴിയുമ്പോഴും ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച എന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഒക്കെ നമ്മൾ പറയുന്നത് എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇത് സർവൈവ് ചെയ്തു. അപ്പൊ ആ ഭാര്യനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് പ്രഗ്നൻസി സമയത്ത്? ഫുൾ അവളുടെ കൂടെ തന്നെ നിന്ന് ഒരു നിമിഷം പോലും പിരിയാതെ കൂടെ നിന്ന് പരിചരിച്ചു. അപ്പം സാറ് അമ്മയെ ബഹുമാനിക്കുന്നില്ല, പക്ഷെ അത് ബഹുമാനമായിട്ട് എന്ത് ബന്ധം? അത് കെയറിങ് മാത്രമാണ്. അതെ, കെയറിങ് കൊടുക്കണ്ടേ? ഇപ്പൊ പറഞ്ഞ താങ്കൾക്ക് ഇഷ്ടമുള്ള ഒരു
കാര്യം പറഞ്ഞില്ലേ, ആ ഇഷ്ടത്തിന്റെ അടുത്ത് ചേർന്ന് നിന്നു, പങ്കാളി എന്ന നിലയിൽ അവളെ കൂടെ ചേർന്ന് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ ഈ ലോകത്ത് അതില് സ്നേഹമുണ്ട്, ബോണ്ടിങ് ഉണ്ട്, കെയറിങ് എല്ലാം ഉണ്ട് അതിനകത്ത്. കെയറിങ് ഉണ്ട്, എല്ലാം പക്ഷെ അതിലൊരു ബഹുമാനം ഇല്ല. ഇല്ല, ബഹുമാനം ഞാൻ പറഞ്ഞില്ല, ബഹുമാനം പറഞ്ഞ വേർഡ് എന്തിനാ അവിടെ കൊണ്ട് അല്ല, വെക്കുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവൃത്തി വേറൊരു വ്യക്തി ചെയ്യുന്നു, അത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് പ്രസവിക്കാൻ പറ്റോ? എനിക്കല്ല, ആണുങ്ങൾക്ക് ഒന്നും പ്രസവിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. അല്ല, സാറിന് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തി അതിന് ബഹുമാനിക്കണമെന്നാ പറയുന്നു. വേണമെങ്കിൽ ബഹുമാനിക്കാം. ഇല്ല, ഞാൻ ബഹുമാനിക്കുന്നില്ല. ഇല്ല, ദാറ്റ്സ് ഓൾ, അവിടെ തീർന്നു, അത്രേ ഉള്ളൂ. അപ്പൊ സാർ എന്തിനാണ്, ആരെയാണ് ബഹുമാനിക്കുന്നത്? ഒരു വ്യക്തിയോട് പറഞ്ഞ ആൻസർ, ഞാൻ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ എനിക്കൊരു കാര്യം ബഹുമാനിക്കണം തോന്നിയാൽ ഞാൻ ബഹുമാനിക്കും. ഈ ഞാൻ മനുഷ്യനല്ല എക്സ് ഹ്യൂമൻ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അത് ഞാൻ കുറെ കാലം വിശ്വാസിയായിരുന്നു. പല വിധമായിട്ടുള്ള വിശ്വാസങ്ങൾ, വിശ്വാസം ചോദിക്കുന്ന ദൈവവിശ്വാസം മാത്രമല്ല കേട്ടോ, സമൂഹത്തിൽ ഇരിക്കുന്ന പല വിധമായിട്ടുള്ള മെയിൽ ഷോവനിസം എല്ലാ സ്ഥാനത്തിനകത്തും ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് പുറത്തോട്ട് വന്നു, പിന്നെ അതൊക്കെ ചെയ്യാൻ മടിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് അറിയാവുന്നവരുടെയൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു ആളല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ആ ടൈപ്പ് മനുഷ്യനല്ല. അപ്പൊ അവരെല്ലാം മനുഷ്യരെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മനുഷ്യരല്ലാതിരിക്കണമല്ലോ, നമ്മൾ വേറെ എന്തെങ്കിലും. അപ്പൊ എന്റെ അടുത്ത് എന്റെ മദറൊക്കെ ഇങ്ങനെ ആയ സമയത്ത് കുറെ വർഷം മുമ്പ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ വല്ല സാത്താൻ സേവകനാണോ, അങ്ങനെയൊക്കെ. അപ്പൊ അവര് വിശ്വാസത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അവര് ചിലപ്പോ നമ്മളെ കാണുന്ന ഒരു സാത്താൻ സേവകനായിട്ടൊക്കെ ആയിരിക്കും. കുറെ വർഷക്കാലം നമ്മളെ അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ വിളിക്കാറുണ്ട്, അങ്ങനെയൊക്കെ സാത്താനാണോ അങ്ങനെയൊക്കെ. കാര്യം അവർക്ക് അറിയില്ലല്ലോ എന്താണ് നിരീശ്വരവാദം ഒന്നും അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതൊന്നും പിടികിട്ടത്തില്ല. അവർ നോക്കുമ്പോൾ എപ്പോഴും അവരുടെ ബൈബിളിനെ കുറ്റം പറയുന്നു, യേശുവിനെ കുറ്റം പറയുന്നു, ഇത് മാത്രമായിരിക്കും കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുന്നതോടെ നമ്മൾ അവരിൽ നിന്ന് മനുഷ്യനല്ലാത്ത രീതിയിൽ അവർ നമ്മളെ വിളിച്ചത് ഒരു ട്രോൾ എന്ന രീതിയിൽ അത് എഴുതി വെക്കുന്നത്. അങ്ങനെ ആ വിശ്വാസങ്ങളൊക്കെ മാറാനായിട്ടുള്ളൊരു പ്രത്യേക കാരണം ഉണ്ടാവും. പ്രത്യേക കാരണങ്ങൾ അങ്ങനെ പ്രത്യേക ഒരു കാരണമൊന്നുമില്ല. പഠിക്കുന്നു, നമ്മൾ ഇന്ന കാരണത്തെ കുറിച്ച് പഠിക്കുന്നു, അപ്പൊ അത് മനസ്സിലാവും. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസി അല്ലെന്ന് പറയാൻ പിന്നെ ദൈവം അല്ല, ദൈവം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഒരു നെഗറ്റീവ് എനർജി ഈ ലോകത്തുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു എനർജി ഇല്ല. എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്? ഇല്ല. ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? മീൻസ് എല്ലാവരും ഒരു വഴി പോകുമ്പോ ഞാൻ വേറൊരു വഴി പോകുന്നു, അങ്ങനെ ഒരു ചിന്താഗതി മാത്രമേ ചിന്തിക്കുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, വേറൊരു വഴി കൂടെ പോകണമെന്ന് ചിന്തയൊന്നുമില്ല. എല്ലാവരുടെയും കൂടെ തന്നെയാണ്. എന്റെ സുഹൃത്തുക്കളായിരുന്നാലും എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നാലും കൂടുതൽ എല്ലാവരും, മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം അവരെല്ലാം ഈ പറയുന്ന വിശ്വാസങ്ങളിൽ, എല്ലാ വിശ്വാസങ്ങളിലും, ദൈവവിശ്വാസം മാത്രമല്ല കേട്ടോ, എല്ലാ വിശ്വാസങ്ങളിലും ഒക്കെ ജീവിക്കുന്നവർ തന്നെയാണ്. സാറിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഞാനൊരു ഹൗസ് ഹസ്ബൻഡ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു സാധനം? അങ്ങനെയാണ്. ഹൗസ് വൈഫ് എന്ന് നമുക്ക് കോമൺലി കേൾക്കുന്ന ഒരു വാക്കാണ്. ഹൗസ് ഹസ്ബൻഡ് എന്നൊരു വാക്ക് കേരളത്തിൽ ഫെമിലർ ആയി തുടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം സാധാരണ പണ്ടുള്ള വൈഫ് ജോലിക്ക് പോകുന്നു, വൈഫിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ചെലവിലും ഞാൻ ജീവിച്ചു പോകും. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിനക്ക് പണിക്ക് പൊക്കൂടെ എന്ന് നാട്ടുകാർ ചോദിക്കും. അല്ല, എന്റെ അമ്മയുടെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതല്ലോ സാറിന്? ചോദിച്ചിട്ടില്ല. അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. സമൂഹമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ അമ്മയുടെ അടുത്ത് എന്തുകൊണ്ട് ചോദിച്ചില്ല, അതെന്റെ അടുത്തും ചോദിക്കണ്ട, അത്രേ ഉള്ളൂ. ഞാൻ അമ്മേനെ മാതൃകയാക്കുന്നു. അമ്മേനെ മാത്രമേ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, ഹസ്ബൻഡും വൈഫും ഒരേപോലെ ജോലിക്ക് പോയി കുടുംബം പുലർത്തുന്ന ആൾക്കാരാണ്. അത് വേറെ ആൾക്കാർ പറയുന്നില്ലേ, നമുക്ക് സെലക്ട് ചെയ്യാലോ. നിർബന്ധത്തിൽ ഞാൻ പോകണമെന്നില്ല. അല്ല, എന്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ തർക്കിക്കുന്നില്ല, പോകരുത്. പക്ഷെ ഇത് ഇത്ര പ്രൗഡായിട്ട് ഞാൻ എന്റെ ഭാര്യയുടെ ചെലവിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോ കേരള സമൂഹം അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും. അംഗീകരിക്കണ്ട, ബട്ട് എന്റെ തീരുമാനങ്ങളായിരിക്കുമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? എത്തിയെന്ന് വെച്ചാൽ മനഃപൂർവ്വം അങ്ങനെ എത്തിയൊന്നുമല്ല. ഞാനും ജോലി ചെയ്തിരുന്ന ആളൊക്കെ തന്നെയാണ്. കല്യാണത്തിന് ശേഷം ഞാനും വൈഫും 2 വർഷം ജോലി ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം വൈഫ് ജോലിക്ക് കയറുമ്പോൾ, വൈഫ് BSc നഴ്സ് കഴിഞ്ഞ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. പിന്നെ അവളെ MSc നഴ്സിംഗ് ഞാൻ പഠിപ്പിക്കുന്നു. അവള് അതിന്റെ ജോലിക്ക് കയറുന്നു. അപ്പൊ അവൾക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആവുന്നു. അപ്പോൾ മകനുണ്ട്. അപ്പൊ മകന് എനിക്ക് നോക്കണമെന്ന് തോന്നി, ഞാൻ തന്നെ നോക്കുന്നു. കൊച്ചാണല്ലോ, അപ്പൊ കൊച്ചിന് സംരക്ഷണം കൊടുക്കണമല്ലോ.
അപ്പൊ നമുക്ക് വേറൊരാളിനെ ഏൽപ്പിക്കാനായിട്ടൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ തന്നെ നോക്കുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ആ ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് ഏകദേശം ഒരു 10-13 വയസ്സ് വരെയൊക്കെ ഞാൻ നോക്കാന്നാണ് വിചാരിക്കുന്നത്. 10-13 വയസ്സായപ്പോ അവൾ അടുത്ത ആളിന് ജന്മം കൊടുക്കുന്നു. അപ്പൊ അടുത്ത ആള് ജനിക്കുന്നു. അടുത്ത ആളെ നോക്കാനായിട്ട് അടുത്ത ആളിനെ ഞാൻ നോക്കുന്നു. ഓക്കെ. അപ്പം ഈ 13 വയസ്സായപ്പോഴത്തേക്ക് അടുത്ത ആളെ വന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനോടിടയ്ക്ക് 13 വയസ്സായ മകന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പിൽ സാറിന് ജോലിക്ക് പോകണമെന്ന് തോന്നിയിട്ടില്ല? എനിക്ക് ജോലിക്ക് പോകണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് പൈസയുടെ ആവശ്യങ്ങൾ വന്നിട്ടില്ല. ഇല്ലേ? അപ്പൊ സാറിന്റെ എക്സ്പെൻസ് എങ്ങനെയാണ്? ഒന്നാമത് എന്റെ അപ്പന് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീടൊക്കെ എനിക്ക് പുള്ളിക്കാരൻ തന്നെ വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ജോലിക്ക് പോകണം എന്തിനാണ്? അതില് നാണക്കേട് ഫീൽ നമ്മൾ ജോലിക്ക് പോണത് കാരണവന്മാര് സമ്പാദിച്ചിട്ട് പൈസ, അസുഖങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്, ഫുഡ്, ഇതൊക്കെ അല്ലേ. ആ കാരണവന്മാര് സമ്പാദിച്ചത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് പോയതിന്റെ മെയിൻ കാരണം. അപ്പം ഇനി 10-15 തലമുറയ്ക്കുള്ളത് ഓൾറെഡി കാരണവന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല. അല്ല, ഇപ്പൊ സാറിന്റെ മകൻ വന്നിട്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല, എന്റെ അപ്പ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതവന്റെ ഇഷ്ടമാണ്. ജോലിക്ക് പോകണില്ലെങ്കിൽ അവന്റെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ തയ്യാറായിരിക്കും. അതെ, പൈസ ഇല്ലെങ്കിൽ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോ ഇന്ന് ഒരു പൈസ ഇല്ലാതായാലും എനിക്ക് ചുമ്മാ ജീവിക്കാൻ അറിയാം. അല്ല, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഇതൊന്നുമില്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ വന്നാലും ഞാൻ ജീവിക്കാൻ തയ്യാറാണ്. എനിക്ക് ജീവിക്കാൻ സാറ് തയ്യാറാണ്. സർവൈവൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു? അത് കുഴപ്പമില്ല. എനിക്കിപ്പോ അസുഖങ്ങൾ ആണ് നമ്മളെ മെയിൻ ആയിട്ട്. നമുക്ക് ഈ ഭയങ്കര മണി വേണ്ട സാധനം അസുഖങ്ങളാണ്. എന്നെ സംബന്ധിച്ച് കേരള ജനത അങ്ങനെ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം നമുക്കൊരു അസുഖം വന്നു, നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വഴി ചുമ്മാ തെണ്ടിയാൽ മതി, നമുക്ക് കോടിക്കണക്കിന് രൂപ ഇന്ന് കിട്ടാനുള്ള കേരള സമൂഹത്തിലുണ്ട്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കേരളത്തിലുള്ള ആൾക്കാരെന്ന് വെറും പൊട്ടന്മാരാണെന്നാണോ വിചാരിക്കുന്നത്? ഞാൻ വിചാരിക്കുന്നില്ലല്ലോ, ഞാൻ പറയുകയാണ്. അല്ല, എനിക്ക് പ്രശ്നം വന്നാൽ ഞാൻ ജോലിക്ക് പോവില്ല, ഞാൻ ഭാര്യയുടെ ചെലവിലേ ജീവിക്കുള്ളൂ. എനിക്ക് അസുഖം വന്ന സോഷ്യൽ മീഡിയ വഴി ചോദിക്കും. കേരളത്തിൽ ഇന്റർവ്യൂ കാണുന്ന ജോലിയുള്ള ആൾക്കാർ വരെ തെണ്ടുന്നുണ്ട്. അല്ലല്ല, സാർ പറഞ്ഞ സാധനം ക്ലിയർ ചെയ്തോട്ടെ. അതായത് കേരളത്തിലിരിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാരുള്ളത് തരണ്ട. സാറി പറയുന്നതിനിടയിൽ ആൾക്കാരെ മൊത്തം പൊട്ടന്മാരാക്കൂലേ? എനിക്ക് പറയാനല്ലോ, തരുന്നും തരാത്ത നിങ്ങളുടെ ഇഷ്ടമല്ലേ? അല്ല, സാറിന് അപ്പൊ ഒരു ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഞാൻ ഉളുപ്പില്ലാതെ സോഷ്യൽ മീഡിയ തെണ്ടും എന്നുള്ളതാണ്. പറയാമോ? ചോദിക്കാം. തരുന്നത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? തരുന്നത് ഇഷ്ടമാണ്, പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം. ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആണോ ഇല്ലയോ ആ ക്വസ്റ്റ്യൻ കൊടുക്കാറുണ്ടോ? ഞാൻ ചാരിറ്റി കൊടുക്കാറുണ്ട്, പക്ഷെ അർഹത മാത്രമേ ഞാൻ കൊടുക്കാറില്ല. ഒരു പുണ്യപ്രവൃത്തി ചെയ്യില്ല, പണിക്ക് പോയില്ല, ഭാര്യയുടെ ചെലവ് കൊടുക്കാറുണ്ടെന്ന് പറയുന്നു. ഇല്ല, അന്വേഷിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ അന്വേഷിച്ചിട്ടാ കൊടുക്കുന്നത്. അല്ലാതെ ആരെങ്കിലും സോഷ്യൽ മീഡിയ ഇട്ടാ കൊടുക്കും? ഞാൻ കൊടുക്കില്ല. ഇപ്പൊ സാറിനെ പോലുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതറിയാം വ്യക്തമായിട്ട്. അത് നോക്കി കൊടുക്കുള്ളൂ. പക്ഷെ സാർ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പൊ ഞാൻ താങ്കളെ എതിർക്കാൻ വേണ്ടി വന്നിരുന്നല്ല, ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാനിരുന്ന ആളാണ്. അത് നോക്കി കൊടുക്കുള്ളൂ. പക്ഷെ സാറ് പറഞ്ഞ ഈ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, ഈ പറയുന്ന കാര്യത്തിനോട് തരുവോ തരാതിരിക്കോ രണ്ടാമത്തെ ഫാക്ടർ. പക്ഷെ ഈ പറഞ്ഞ കാര്യം, എനിക്ക് അസുഖം വന്നാൽ ഞാൻ ജോലിക്ക് പോവില്ല, എനിക്ക് പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അസുഖം വന്നാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് മേടിക്കും. അല്ല, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെ, അവിടെ സാധനമുണ്ട്. ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥയില്ല, എന്റെ അടുത്ത് മണിയുണ്ട്, എനിക്ക് വീടുണ്ട്, സ്വത്തുക്കളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന് ഏത് അവസ്ഥയും വരാം. മനുഷ്യന് ഏത് അവസ്ഥയും വരാം. പ്രളയം വന്നു, എത്ര പേരാണ് കിട്ടോ? ജോലി കൊണ്ടായിരുന്നു, വീടെല്ലാം പോയി. പക്ഷെ അന്നേരം അന്നേരം ഇതൊന്നും സംഭവിക്കാത്ത കുറച്ച് നല്ലവരായ മനുഷ്യർ അവസ്ഥ കണ്ട് സഹായിക്കാൻ റെഡി ആയിരുന്നു അവിടെ. ആ അർഹത പിടിച്ചു പറ്റാൻ അവർ അർഹനായിരുന്നു. സാർ അങ്ങനെ ക്വാളിഫൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ വർത്താനത്തിൽ. ഞാൻ ചോദിക്കട്ടെ, വീടൊക്കെ ഉള്ളവരുടെ വീട് പോയില്ലേ? പോയി. അതുപോലെയല്ലേ എന്റെ വീട് പോയത്? എങ്ങനെ പോയി? പ്രളയം വന്ന് പോയതല്ലോ. പിന്നെ പ്രളയം വന്ന് പോയെന്ന് പറഞ്ഞില്ലേ? പ്രളയം വന്ന് ഇപ്പൊ സാറിന്റെ വീട് പോയി, ആ കഥ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ പറഞ്ഞില്ലേന്ന്, എനിക്ക് വീടുണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രളയം വന്നാൽ എന്റെ വീട് പോകുമെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ ഞാൻ തെണ്ടെന്ന കാര്യം പറയുന്നത്. അന്നേരം എനിക്ക് കേരള ഗവൺമെന്റ് എനിക്കും തരില്ലേ? അങ്ങനെയുള്ള സാഹചര്യം വന്നാലല്ലേ സാർ ഇപ്പൊ താമസിക്കുന്നത്? ആ സാഹചര്യത്തിലെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. അത്തരം സാഹചര്യം അല്ല, അത്തരം സാഹചര്യം അല്ല ഞാൻ പറഞ്ഞത്. എന്റെ അടുത്ത് ജോലിക്ക് പോകാത്ത കാര്യം ചോദിച്ചാൽ എന്റെ അടുത്ത് പൈസയൊക്കെ ഉണ്ട്, ഞാൻ ജോലിക്ക് പോണില്ല.
ഓക്കെ പൈസ ഉള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് പോണില്ല എന്ന് പറഞ്ഞാൽ പൈസ നഷ്ടപ്പെട്ട എന്ത് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞു അതിനെന്താ പ്രശ്നം? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചിന്തിക്കണം. അപ്പം സാറ് നിങ്ങൾ പൈസ ഉള്ളവര് ജോലിയും പൈസയും കൂലിയും എല്ലാം ഉള്ളവര് പൈസ നഷ്ടപ്പെട്ടാൽ നിങ്ങൾ തെണ്ടൂല്ലേ? പൈസയും കോലിയും ഒന്നുമില്ലാതെ തെണ്ടൂല്ലേ? അധ്വാനിച്ച് ജീവിക്കാൻ നോക്കും ആദ്യമേ. ഞാൻ ചോദിച്ചതിന്റെ ആൻസർ പോയി. നമ്മൾ ഒരു സിനാരി വയ്ക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ജോലിയുണ്ട്, വീടുണ്ട്, ഇതെല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലാതെ തെണ്ടുന്ന അവസ്ഥയാണ്. തെണ്ടിന്റെ അവസ്ഥ ചെണ്ടിന്റെ അവസ്ഥ വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യും. എനിക്ക് കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കും. ഇത് പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ള ആളുടെ കൈനീട്ടാൻ. ഇതൊന്നും പറ്റൂല. അത് പറ്റിയില്ലെങ്കിൽ എന്റെ മുന്നിൽ ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ ചെയ്യൂല. അല്ല ഇപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഞാൻ ചെയ്യൂല. കാരണങ്ങളുണ്ട്. നിങ്ങൾ ചാരിറ്റി ചെയ്യുമെന്ന് പിന്നെ പറഞ്ഞത്. ചാരിറ്റി ചെയ്യുമെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. ടാക്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ പല കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഇവിടെ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ പട്ടിണി ഇല്ലാതെ നമ്മൾ കൊടുക്കൂലേ? അയാൾ ജോലിക്ക് പോണ ഇല്ലെന്ന് നമ്മൾ നോക്കാറില്ല. ഞാൻ നോക്കാറില്ല. നിങ്ങൾ ആത്മഹത്യ. ഞാൻ എന്റെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ആത്മഹത്യ ഞാൻ പറയാം. അല്ല, ആത്മഹത്യ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല, എന്റെ കയ്യോ കാലോ എനിക്ക് ജോലി ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു. അല്ല, അവർ ആത്മഹത്യ ചെയ്യുന്നില്ല, അത് അവരുടെ മെന്റാലിറ്റി. ഇത് എന്റെ മെന്റാലിറ്റി. ഞാൻ അതിന് മുമ്പ് കൂട്ടിച്ചേർത്തത് എന്റെ മാത്രം മെന്റാലിറ്റിയാ. ഞാൻ എന്റെ അഭിമാനത്തെ ബഹുമാനിക്കുന്നു. ഞാൻ എന്റെ അഭിമാനത്തെ ബഹുമാനിക്കുന്നു. അല്ലാതെ എന്റെ അപ്പൻ സമ്പാദിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ജോലി ചെയ്യാതിരിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യാതെ ഫുഡിന് വകയില്ലാതെ ജീവിക്കുന്നവരൊക്കെ അഭിമാനം ഇല്ലാത്തവരാണ്. അത് അവരുടെ പാസ്റ്റ് എന്താന്ന് നമുക്കറിയില്ല. അഭിമാനം ഇല്ലാത്തവരാണ്. പാസ്റ്റും പ്രസന്റും ഒന്നും പറയുന്നില്ലല്ലോ. അല്ല, ഞാൻ എന്ന വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്റെ പാസ്റ്റ് എന്താന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ എവിടെയാണ് ലീവ് ചെയ്യുന്നത് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യുന്നതിൽ അഭിമാനം ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരൊക്കെ അഭിമാനം ഇല്ലാത്തവരെന്നാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞേ. ഞാൻ അതിനു മുമ്പ് കൂട്ടിച്ചേർത്തു. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. എന്റെ മാത്രം കാര്യത്തിലൊക്കെ തന്നെയാണ് ഇത് വരുന്നത്. എന്റെ മാത്രം അഭിപ്രായമാണ്. അഭിമാനമായിട്ടൊരു സാധനം മാത്രം വാലിന്റെ അറ്റത്ത് നായരെന്ന് കൂട്ടിച്ചേർത്തത് അഭിമാനമായിട്ട് കാണുന്നെങ്കിൽ അതാണ് ജാതി. അതുപോലെ തന്നെയാണ് ഇത്. ഞാൻ അടിച്ചിരിക്കുന്നു ഞാൻ പറയുകയാണെങ്കിൽ അതാണ് പോളിശ്ശേരി. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അഭിമാനമായിട്ട് കാണുന്ന ഞാൻ പറയാം, ഒരു കുഴപ്പമില്ല, അതിനെതിർത്തോ. പക്ഷെ ഈ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ന കാര്യം കൊണ്ട് എനിക്ക് തെണ്ടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അത് അഭിമാനമായിട്ട് കാണുന്നു. ആത്മഹത്യ അവിടെ തെണ്ടി ജീവിക്കുന്നവരെ കുറ്റം പറയുകയാണ്. സാർ, അതിനു മുമ്പ് വേറൊരു സാധനം കൂടി ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ എന്ന വ്യക്തിയുടെ മാത്രം തീരുമാനമാണ്. അതിലും ബാക്കിയുള്ള എല്ലാരും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞില്ല, അങ്ങനെ പറയുന്നില്ല. അങ്ങനെ എന്റെ അഭിമാനത്തിന് ദോഷം വരുന്ന ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ സംഭവിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും. അത് എന്റെ മാത്രം ഡിസിഷനാ. ഞാൻ വേറൊരു വ്യക്തിനെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ ഈ സാധനത്തിനെ വേറൊരു വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഇല്ല, അഭിമാനമായിട്ട് കണ്ടിട്ട് ഇന്ന ആൾക്കാർ അത് അഭിമാനം അല്ലെന്ന് പറയുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്റെ തീരുമാനം മറ്റുള്ളവർ അഡാപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് ഞാൻ പറയുന്നില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ വ്യക്തമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് എൻ്റെ മാത്രം സിറ്റുവേഷനാണ്. ഇതിൽ നിന്ന് ആരും ഇൻസ്പയർഡ് ആകരുത് എന്ന് വ്യക്തമായിട്ട് എവിടെയാണോ ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് അവിടെ മെൻഷൻ ചെയ്യും. അത് ഞാൻ എടുക്കുന്ന എൻ്റെ സെക്യൂരിറ്റിയാണ്. അത്രേ ഉള്ളൂ. അവിടെ ആ സാധനം അവിടെ തീർന്നു. അപ്പൊ ഇനി എന്നോട് തർക്കിക്കാനില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ തർക്കിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസം സമയം മെനക്കെടുത്തും എന്നുള്ളതാണ്. ഇപ്പോൾ സാർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഹസ്ബൻഡായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഹൗസ് വൈഫുകൾ മുൻകാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. എങ്കിലും പറയുന്നുണ്ട് അമ്മായിയമ്മ പോരെ കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേ ഇങ്ങനെ ഒരു വീട്ടിലിരിക്കുന്ന ആൾക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡ്, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരോട് ചോദിക്കില്ലേ നിങ്ങൾ ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. ആ ഒരു കോൺഫിഡൻസ് എവിടുന്നാ സാർ? എന്താണ് അതിനുള്ള ഒരു കോൺഫിഡൻസ്? എന്നോട് ആരും ചോദിക്കില്ല എന്നുള്ളത് ചോദിച്ചിട്ടില്ല. അപ്പം എപ്പോഴെങ്കിലും തീരുമാനിച്ചു, ഓക്കെ എനിക്ക് 2 മക്കളായി, എനിക്ക്
ലൈഫൊക്കെ സെറ്റിൽഡ് ആയി, മക്കളുടെ ഒക്കെ അവർക്ക് സ്കൂളിൽ പോയി തുടങ്ങി. ഇനി എനിക്കൊരു ജോബ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം സാർ ഇപ്പം എന്താവശ്യത്തിനും ഭാര്യയുടെ അടുത്തായിരിക്കാം ചോദിക്കുക, അല്ലെങ്കിൽ അപ്പം സമ്പാദിച്ചിട്ടിരിക്കുന്ന മണി അക്കൗണ്ടിലുള്ളതുകൊണ്ട് അവിടെ നിന്ന് വലിച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് എന്തെങ്കിലും താൽക്കാലികമായിട്ട് അങ്ങനെ എനിക്കൊരു പ്രത്യേക ചെലവുകളൊന്നും ഇല്ല. ഇല്ല. അപ്പം ബാക്കിയുള്ള ഇപ്പൊ ആഹാരം കഴിക്കുന്ന ചെലവാണല്ലോ ഉള്ളത്. അപ്പൊ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ ഫുഡൊക്കെ. ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും അല്ല, അത് എവിടുന്നാ മേടിക്കുന്നത്? ഫുഡ് എവിടുന്ന് മേടിക്കുന്നത്? അത് പൈസ കൊടുത്തല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഫുഡ് ഞാൻ പറയുന്നത് താൽക്കാലികമായിട്ട് ചെലവിന്റെ കാര്യം പറയാണ്. ഫുഡാണല്ലോ നമുക്ക് നീഡായിട്ടുള്ളത്. പിന്നെ മെഡിസിൻ. ഈ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന രാജ്യത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഫ്രീ ആണ്. അവിടെ കുറെ മെഡിസിൻസ് ഫ്രീ ആണ്. UK അല്ലേ? അല്ലല്ല, ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് നമുക്ക് മെഡിസിൻസ് ഒക്കെ ഫ്രീ ആണ്. പിന്നെ ഡോക്ടർ ചെക്കപ്പുകളെല്ലാം ഫ്രീ ആണ്. അപ്പൊ എനിക്ക് മെഡിസിൻ ചെക്കപ്പ് ഉള്ളതുകൊണ്ടാണ് അത് പറയുന്നത്, എക്സ്ട്രാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് പോകും. അതൊന്നും വൈഫ് പ്രത്യേകിച്ച് പേ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അതൊക്കെ ഫ്രീ ആണ്. അത് മെജോറിറ്റി 90% ഫ്രീ ആണ്. ഒരു 10% ആണ്. പിന്നെ ചില സാധനങ്ങൾ അറിയാമല്ലോ, ചില സാധനങ്ങൾക്ക് പേ ചെയ്യണം. അത് ഇൻഷുറൻസും കാണത്തില്ല, ഫ്രീയും കാണത്തില്ല. അപ്പൊ അതൊക്കെ മാത്രം ഉണ്ടാവും. അത് വളരെ തുച്ഛമായ പൈസയാണ്. നമ്മൾ ഈ മെഡിസിൻസ് ആണ് ഏറ്റവും ചെലവേറിയ സാധനം. അതുകൊണ്ടാണ് ഞാൻ മെഡിസിൻ പറയുന്നത്. ഫുഡ് എന്ന് പറയുന്നത് വലിയ ചെലവേറിയ സാധനമില്ല. എല്ലാവർക്കും ഫുഡ് 4 പേരുണ്ടല്ലോ, നമ്മൾ 4 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കി എന്ന് പറയുമ്പോൾ ഫുഡ് ഫ്രീ അവിടെ അല്ല. ഞാൻ പറയാണ് ഫുഡിന് മാത്രം, ഫുഡിന് ഭയങ്കര ചെലവല്ലെന്ന് പറയണേ. 4 പേർക്ക് ഫുഡ് ഉണ്ടാക്കണം. അല്ല, ഇപ്പൊ നമ്മൾ 1 രൂപ കൊടുത്ത് ഒരു മിഠായി വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ആ 1 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അല്ല, അതൊക്കെ പൈസ കൊടുത്ത് തന്നെ ഇതൊക്കെ മേടിക്കുന്നത്. ഞാൻ അതല്ല പറഞ്ഞു. ചെലവിന്റെ കാര്യം പറയുമ്പോൾ മെഡിസിൻ ആണ് ഭയങ്കര ചെലവ്. ഇന്ത്യയിലെ ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്റെ അത്രയും മെഡിസിൻ ഭയങ്കര ചെലവാണ്. ഒരു മാസം 10,000 കണക്കിന് രൂപ വേണ്ടി വരും മെഡിസിന് വേണ്ടി മാത്രം. അപ്പൊ അത്രയും ഇല്ലെന്നാ പറഞ്ഞത്. അതായത് ഒരു 1000 രൂപ പോലും വേണ്ട എനിക്കൊരു മാസം മെഡിസിന്. മെഡിസിന് പൈസ വേണ്ട, പക്ഷെ എന്നാലും 1000 രൂപയിൽ താഴെ. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ആര് പേ ചെയ്യുന്നതാണോ ചോദിക്കുന്നത്? വൈഫ് പേ ചെയ്യും. അല്ല, ഞാൻ അപ്പോഴാണ് ചോദിക്കുന്നത്, വൈഫിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ സ്വന്തമായിട്ട് എനിക്കൊരു തീരുമാനമില്ല. സമാധാനമായിട്ട് ജോലിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവൾ അങ്ങനെ ജോലിക്ക് പോകും. അതങ്ങനെ ജോലിക്ക് പോകും. കുട്ടികളൊക്കെ നോക്കണ്ടേ? കുട്ടികളെ നോക്കണം, അവളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. ഒരാള് ഇങ്ങനെ ചെയ്യാൻ വേണ്ടേ? ജോലിക്കാരി വെക്കണം അല്ലേ? അപ്പൊ അതിന്റെ പൈസ കൊടുക്കണ്ടേ? സാറിന് മാസം ഭാര്യ സാലറി തരാറുണ്ടോ? അല്ലെന്ന്, സാലറി തരണമെന്നാണ് ഞാൻ പറയുന്നത്. ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വീട്ടിൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ സാലറിക്ക് പകരമാണ് എനിക്ക് ഫുഡും മെഡിസിനും ഒക്കെ തരുന്നത്. ഡ്രസ്സും വസ്ത്രവും ഫോണും എല്ലാം തരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലൊരു ജോലിക്കാരൻ നിന്നാലും ഇപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കും, ഡ്രസ് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അവര് കൃത്യമായിട്ട് സാലറി അവകാശം. ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും ഇപ്പൊ ഞാൻ അവളുടെ മണി എടുത്തിട്ട് വീട് വെക്കുകയോ മണി എടുത്ത് കാർ മേടിക്കുകയോ ചെയ്യണമെങ്കിലാണ് അത് എന്റെ പൈസക്ക് ഞാൻ മേടിച്ചോളണം. അവളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ പൈസ ഉപയോഗിച്ച് ചെയ്യണം. അവളുടെ ഇഷ്ടങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവളുടെ ജീവിതത്തിൽ. സാറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ന് വരെ? ഇല്ല, ഒന്നുമില്ല. എന്റെ പേരിൽ ഒരു സാധനം ഇല്ല കേട്ടോ. എന്റെ പേരിൽ ഒരു കാർ പോലും ഇല്ല. സാറിന്റെ പേരിലില്ല? അല്ല, അവളുടെ കാറുണ്ട്. അവള് കാറ് മേടിച്ചിട്ടുണ്ട്. അവരുടെ കാറിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നു. ട്രാവൽ ചെയ്യുന്നല്ലോ, അവള് കാറ് മേടിച്ചിട്ടുണ്ട്. അവൾക്ക് കമ്പനി കൊടുത്ത വീടാണുള്ളത്. അങ്ങനെയാണ്. എനിക്ക് വീടുണ്ട്, അവൾക്കും വീടുണ്ട്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ താമസിക്കുന്നത്? അല്ല, നമ്മൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരു വീട്ടിൽ? ഇല്ല, എനിക്ക് വീട് ഇവിടെ നാട്ടിലെ കാര്യം പറയാം. എനിക്ക് നാട്ടിൽ വീടുണ്ട്, അവൾക്കും നാട്ടിൽ വീടുണ്ട്. രണ്ടുപേർക്കും വീടുണ്ട്. അപ്പം അവരവിടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, താങ്കൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്. അല്ല, അപ്പം അവര് അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒരു പങ്ക് സാറ് പറ്റുന്നുണ്ട്? ഞാൻ ഒന്നും പറ്റുന്നില്ല. ഞാൻ കൂടെ ജീവിക്കുമ്പോ ഫുഡ് കഴിക്കുന്നു, മെഡിസിൻ ഉപയോഗിക്കുന്നു, കൂടെ ജീവിക്കുന്നുണ്ട് മാത്രം. ഞാൻ അവളുടെ കൂടെ ജീവിച്ചില്ലെങ്കിൽ എനിക്കത് വേണ്ട. ജീവിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ട. ഇല്ല. നമ്മൾ തമ്മിൽ ഈ മണി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് തമ്മിൽ ഒരു ഇതുമില്ല, ഒന്നുമില്ല. പക്ഷേ സാറിന് അവിടെ പുറത്ത് വേണം. പുറത്ത് പോകണമെങ്കിൽ അവരുടെ കാർഡിലെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ അവര് തരുന്ന അല്ലെങ്കിൽ ഒരു അവരുടെ ബെനിഫിറ്റ് യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഈ കൊച്ചുങ്ങളെ നോക്കി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത്. ഇത് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാണ്. വീട്ടമ്മമാർക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, സാറിന് മന്ത്ലി പേയ്മെന്റ് ക്യാഷ് ആയിട്ട് വല്ലതും തരാറുണ്ടോ? പേയ്മെന്റ് ഞാൻ ചോദിച്ചാൽ തരാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിച്ചു നോക്കിയിട്ടില്ല. എനിക്ക് വേണ്ട. ഒന്നും വേണ്ട. വേണ്ടെന്നല്ലോ.
വേണ്ട മണിയുടെ ആവശ്യങ്ങൾ അങ്ങനെ അല്ല ഇല്ല. ഇപ്പൊ സാറ് ഖത്തറിൽ നിന്ന് കേരളത്തിൽ വന്നു, ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും, അത് വൈഫ് ഫ്ലൈറ്റ് ടിക്കറ്റ് വൈഫിന്റെ കമ്പനിയാണ് എനിക്ക് വരെ പേ ചെയ്യുന്നത്. അതെന്തിനാ? വൈഫിന്റെ കമ്പനിയാണ് എനിക്ക് വരെ പേ ചെയ്യുന്നതെന്ന്. വൈഫിന്റെ കമ്പനി അവർക്കാണല്ലോ കൊടുക്കേണ്ടത്. വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് വിസ ടിക്കറ്റ് അവർ കൊടുക്കും, കമ്പനിക്ക് കൊടുക്കും. അങ്ങനെയാണ് ഖത്തറിലെ റൂൾസ്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അങ്ങനെ അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. അങ്ങനെ ഉണ്ട്, ഏകദേശം 2-3 വർഷമായിട്ട് അങ്ങനെയാണ്. അതിന് മുന്നേ നമ്മൾ തന്നെ എടുക്കണം. ഇപ്പം ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും നേഴ്സിംഗ് ഫീൽഡിൽ, മെഡിക്കൽ ഫീൽഡിൽ മാത്രമേ ഉള്ളോ അതോ വേറെ ഏതെങ്കിലും ഫീൽഡിലുള്ള സാലറി അനുസരിച്ചിട്ടാണ്. സാലറി അനുസരിച്ചിട്ടാണ് ഹസ്ബൻഡിന് വിസ കൊടുക്കുന്നത്. ഇന്ന ഫീൽഡൊന്നുമില്ല. ഇല്ല. ഇപ്പൊ 1 ലക്ഷത്തിന് മേലെ അതിനെപ്പറ്റി എനിക്കറിയില്ല. ബട്ട് ഇപ്പൊ വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തില് ഹസ്ബൻഡ് വിസയിലാണ് ഞാൻ. ഗവൺമെന്റ് കൊടുക്കുന്ന ഗവൺമെന്റ് സ്റ്റാഫാണ് ആള്. അല്ല അതെ ഗവൺമെന്റ് ആണല്ലോ വിസ കൊടുക്കുന്നത്. ഗവൺമെന്റ് കൊടുക്കുന്ന ഹസ്ബൻഡിന് അവിടെ വിസ ഒരു പാസ്സായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വിസയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എല്ലാ ബെനിഫിറ്റ് എല്ലാം എനിക്ക് കിട്ടും. ഒരു സ്പൗസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അതെല്ലാം എനിക്ക് കിട്ടും. അതെല്ലാം കിട്ടും. സുഖ ജീവിതം ഭാര്യയുടെ ചെലവില്. അടിപൊളി. കൊള്ളാം. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള കുറെ ഭർത്താക്കന്മാർക്ക് സാറിനെ കണ്ട് അസൂയ തോന്നാൻ സാധ്യതയുണ്ട്. അല്ല, കുറെ ആൾക്കാർക്ക് വേർപ്പിന്റെ അസുഖമുണ്ട്. ഉള്ള ആൾക്കാരുണ്ട്. ഉള്ള ആൾക്കാരെ എനിക്കറിയാം. നിസ്സാര പണിയല്ല. വീട്ടിലെ പണി ചെയ്തിട്ട് നീക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന വിയർപ്പില്ലാത്ത പണിയല്ല. ഫുൾ ടൈം ജോലിയാണ്, നോ റെസ്റ്റ്. ഞാൻ എന്റെ വീട്ടിൽ പണിയെടുക്കാറുണ്ട്, എനിക്കറിയാം. എന്റെ വീട്ടിലും പണിയുണ്ട്. അവിടെ പണിയെടുത്താൽ ഞാൻ വേർക്കും എനിക്കറിയാം. ഞാൻ ഇവിടെ പണിയെടുത്താലും സുഖജീവിതം ജോലിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് സുഖജീവിതം. അവർക്ക് മാസം ലീവ് ഉണ്ട്, 2 ദിവസം ലീവ് ഉണ്ട് ആഴ്ചയിൽ. എന്റെ വൈഫിന് അതൊക്കെ സുഖജീവിതമാണെന്ന് ഞാൻ പറയും. അവൾ എന്നെ നോക്കിയിട്ട് സുഖജീവിതം എന്ന് പറയില്ല. എനിക്ക് അതിനൊക്കെ എല്ലാ പണിയുണ്ട്. വീട്ടിലെ പണികളുണ്ട്, കുട്ടികളുടെ പണികൾ കാണും അല്ലേ, വീട്ടിലെ കംപ്ലീറ്റ് പണി ഉണ്ട്. അവർക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് റെസ്റ്റ് എടുത്താൽ മാത്രം മതി. വേറൊരു കാര്യം ചോദിക്കട്ടെ, 2 ഹസ്ബൻഡും വൈഫും 2 കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലി, 2 പേരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. 2 പേരും ജോലി ചെയ്യുന്നത് ഈക്വലി ഷെയർ ചെയ്യുന്ന അല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരില് ഇവര് ഓഫീസിലെ വർക്ക് കൊടുക്കും, വീട്ടിൽ വന്ന് കുട്ടികളുടെ കാര്യവും നോക്കും, വീട്ടിലെ കാര്യം നോക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? നല്ലത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അവർ അവരുടെ കാര്യങ്ങളല്ലേ ചെയ്യുന്നു. നമുക്കിപ്പോ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ അങ്ങനെ ഞാൻ ഇടപെടാറില്ല. ആരുടെയും ആരുടെ പേഴ്സണൽ കാര്യത്തിൽ കാര്യമാണ് സത്യത്തിൽ. അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ല, നിങ്ങൾ നോക്കി കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ. ഞാൻ ഒന്നും അവരെ നോക്കി കാണുന്നില്ല, അത് അവരുടെ ഇഷ്ടമല്ലേ. അടുത്ത വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ എത്തി നോക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനത്തിനകത്ത് ഞാൻ അഭിപ്രായം പറയാറില്ല. അപ്പൊ നമ്മളടുത്തൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഒരു ഫാമിലി എൻ്റെ അടുത്ത് ഞാൻ ജോലിക്ക് പോകണോ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അവരിത് വെച്ചിട്ട് വേണേ പറയാം. അങ്ങനെയുള്ളൂ. നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് സിനാരിയോ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോണതിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയതിനെ പറ്റി വേറൊരാളെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ശരി തന്നെയാണ്. പക്ഷെ മനുഷ്യനൊരു സമൂഹ ജീവിയാണല്ലോ, മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് അവരുടേതായതുകൊണ്ട് ഇന്ന ആൾ ഇന്ന ജോലിക്ക് പോകണമെന്നുണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. സാറിനെ പോലെ ജീവിക്കാനും വേണം തൊലിക്കെട്ടി. ആ തൊലിക്കെട്ടി ഇല്ലാത്ത ആൾക്കാരാണ് ജോലിക്ക് പോണേ. എന്റെ അഭിപ്രായത്തിൽ ഒരു ജീവിതം അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണമല്ലോ. ഇന്ന വേറൊരാള് ജോലിക്കോ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കിടന്ന് ജോലി കണ്ടിരിക്കണം. എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനം. എനിക്ക് സത്യത്തില് ഞാൻ ജോലി 2 വർഷം ചെയ്തിട്ടുള്ള ആകപ്പാടെ. 2 വർഷം. ഒന്ന് കല്യാണത്തിന് മുമ്പ് 1 വർഷവും കല്യാണത്തിന് ശേഷം 1 വർഷം. അതിൻ്റെക്കാട്ട് സുഖജീവിതം എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ആ സമയത്തും സുഖജീവിതം ആ 2 വർഷം. ഇത് ഞാൻ മനഃപൂർവ്വം സെലക്ട് ചെയ്ത ജീവിതമൊന്നുമല്ല, ഇത് എത്തിപ്പെട്ട അവസ്ഥയാണ്. എന്തായിരുന്നു? അതായത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത 2 പണികളാണ് കുട്ടികളെ നോക്കുന്നതും കിച്ചണിലെ പണി. ഇത് 2 പണി ഞാൻ ചെയ്തോണ്ടിരിക്കും. മനഃപൂർവ്വം പോയിട്ട് അവസ്ഥ അങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുട്ടികളെ എനിക്ക് തന്നെ നോക്കണം. അതാണ് മെയിൻ പ്രിയോറിറ്റി കേട്ടോ. എന്റെ കുട്ടികളെ എനിക്ക് തന്നെ നോക്കണം. ജോലിക്കാരെ ഏൽപ്പിക്കാൻ ആരെ ഏൽപ്പിക്കാനും താല്പര്യം. മക്കള് ചോദിക്കില്ലേ അപ്പൊ ഞങ്ങൾ ഓക്കെയാണ്? ഇതൊക്കെ ചോദിച്ചിട്ടില്ല. അവര് കുട്ടിക്കാലം തൊട്ട് കാണുന്നത് ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ബ്രെയിൻ അങ്ങനെ ആയിപ്പോയി. അവരുടെ വേറൊരു സ്ഥലത്ത് അവര് പോയിട്ട് ഇങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇനി ചോദിക്കാനുള്ള അവസ്ഥ ഉണ്ടാവും. മോൻ 20 വയസ്സായി, 20 വയസ്സുള്ള മോനുണ്ടോ? അവൻ ഇനി ചോദിക്കാനുള്ള അവസ്ഥ കുറവാണ്. കാര്യം അവൻ ഏകദേശമൊക്കെ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത്. ഇപ്പൊ മകനും കല്യാണം കഴിച്ച ജോലിക്ക് പോവില്ലായിരിക്കും. ഇല്ല, അത് അവന്റെ ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ ഇതല്ലല്ലോ. എന്റെ ഫാദറിന് ജോലിക്ക് പോകാത്തോണ്ടല്ലോ ഞാൻ ജോലിക്ക് പോവായിരുന്നു.
അപ്പൊ എന്റെ ഫാദർ ജോലിക്ക് വേണ്ടി അപ്പൊ ഞാൻ ഫാദറിനെ നോക്കിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ജോലിക്ക് പോകണമല്ലോ. അല്ല അപ്പൊ അങ്ങനെ അതുകൊണ്ട് എന്റെ ചിന്ത മോൻ അല്ല എന്നെ നോക്കി ചെയ്യണമെന്നില്ല. അല്ല ഇപ്പൊ സാറ് ഇപ്പം ഗ്രൂം ചെയ്ത് വിടുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു വിടുന്ന കുറച്ച് ഇല്ല ഞാൻ അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് എന്റെ ഫാദർ എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ച് തട്ടിക്കൂട്ടി വിട്ടാണെങ്കിൽ ഞാൻ ആവണ്ടേ? അങ്ങനെയാണ് ഫാദർ വിശ്വാസി, ഞാൻ യുക്തിവാദിയല്ലേ? അങ്ങനെയൊന്നുമില്ല. സാറിന്റെ എന്റർടൈൻമെന്റ് എന്താണ്? വായനയാണ് മെയിനായിട്ട്, പിന്നെ സിനിമയാണ്. ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിനിമ ഏതായിരിക്കും? അങ്ങനെ ഇൻസ്പയർഡ് ഒന്നും ഇല്ല കേട്ടോ. സിനിമ അപ്പൊ കണ്ട് അങ്ങ് വിടുകയാണ്. അല്ല എങ്കിലും ഇഷ്ടപ്പെട്ട് ഇത് കൊള്ളാം എന്ന് തോന്നിയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് കണ്ട പടം ഏതാണ്? ഇപ്പൊ ലോക ലോകമാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഓക്കെ. ഇപ്പം ലൈഫിൽ ഓരോ ആൾക്കാർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. അത് മനുഷ്യനാണെങ്കിലും അന്യജീവിയാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പം സാറിന് ഇനി ലൈഫിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഒരു ലക്ഷ്യമുള്ളത്? എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഒന്നുമില്ല. എങ്ങനെ വീട്ടിലെ പണിയെടുക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, ലക്ഷ്യമില്ല. എന്നുള്ളത് ഒന്നും പ്ലാൻഡ് അല്ല. അല്ല എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ലേ? സാധനം ആഗ്രഹമുള്ള സാധനമുണ്ട്. അതെന്തായിരിക്കും? ഇന്ത്യയിലൊക്കെ ഒന്ന് നടന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം. ഈ കഴിഞ്ഞ ദിവസം സാറിന്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടത് LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടാണ്. സാർ അങ്ങനെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണ്? എങ്ങനെ? LGBTQ-മായി റിലേറ്റഡ് ഇപ്പൊ ബിഗ് ബോസിൽ ലക്ഷ്മിയെ ബന്ധപ്പെടുത്തിയിട്ടാണ് സാർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വീഡിയോ ഉണ്ട്. ഞാൻ നോട്ട് ചെയ്തത് ലക്ഷ്മി അവിടെ സംസാരിച്ച ആദിലയും നൂറയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു കാര്യത്തിനെ പറ്റി സാറ് സംസാരിച്ചാണ്. കാര്യത്തിനെ പറ്റി എല്ലാവരും സംസാരിച്ചു. ആരെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു. അപ്പൊ സാറിന് ഈ ഇത്തരം കമ്മ്യൂണിറ്റികളിലുള്ള ആൾക്കാരെ സാർ അതിനകത്ത് വേറൊരു വീഡിയോക്ക് അത് പറയുന്നുണ്ട്, ഇവരെ മനുഷ്യന്മാരായിട്ട് പരിഗണിക്കണം എന്ന് പറയുന്ന അവരെന്താ മനുഷ്യന്മാരല്ലേ എന്നുള്ള ചോദ്യം. അവര് ആൾക്കാർ വന്നിട്ട് എപ്പോഴും പറയും അവരും മനുഷ്യരല്ലേ ജീവിക്കട്ടെ, സ്പീഷ്യസ് സെലക്ഷൻ അല്ലല്ലേ നടക്കുന്നത്. ഇതൊരു സെക്ഷൽ ഓറിയന്റേഷനും ജെൻഡർ ഇതുമായിട്ടുള്ള സംഭവങ്ങളെ നടക്കുന്നത്. അപ്പൊ ഈ മനുഷ്യരായിട്ട് കാണണം, എല്ലാവരും മനുഷ്യരായിട്ട് തന്നെ ഇവരെ കാണുന്നത്. പക്ഷെ അങ്ങനെ കാണാത്ത സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പൊ പലരെയും നമ്മൾ ആട്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്, അവരെ ഇഷ്ടമല്ലാത്തവരുണ്ട്, ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. അത് മനുഷ്യരായിട്ട് കാണാത്തോണ്ടല്ലോ ആട്ടി ഓടിക്കുന്നത്. അതുകൊണ്ടാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല നമ്മുടെ വീട്ടിൽ കയറ്റില്ലെന്ന് പറയുന്നത് മനുഷ്യരായിട്ട് കാണാത്തോണ്ടാണോ? ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഒരേ വീട്ടില് താമസിച്ച് ഈ ബിഗ് ബോസിൽ ഒരേ വീട്ടിൽ താമസിച്ച് ഒരേ ഇടക്ക് ആഹാരം കഴിച്ചിട്ടിരിക്കുന്ന ആൾക്കാർ എന്റെ വീട്ടിൽ കയറ്റില്ലെന്ന് പറയുന്നത് മനുഷ്യരല്ലാത്തോണ്ടാണെന്ന് വിചാരിക്കുന്നത്. അവർക്ക് അവർ ചെയ്യുന്ന ആ സെക്സ് ഇഷ്ടമല്ലാതെ ആ രണ്ടുപേര് കൂടി ചെയ്യുന്ന ആ പ്രവൃത്തി ഇഷ്ടമല്ലാത്ത മനുഷ്യരല്ലാത്തോണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവര് പറഞ്ഞത് നിങ്ങളെ മനുഷ്യന്മാരുടെ ഗണത്തിൽ കൂട്ടുന്ന ആൾക്കാരല്ല. അങ്ങനെ ആരും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടതാ. ലക്ഷ്മി അവിടെ പറയുന്നത് കണ്ടിട്ടില്ല ഞാൻ. ആ ഒരു സാർ ഒരു ഇൻസിഡന്റ് മാത്രം. പക്ഷെ അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്, നിങ്ങളെയൊക്കെ മനുഷ്യന്മാരുടെ ഗണത്തിൽ കൂട്ടപ്പെടാത്ത എങ്ങും ഒരു ജോലി പോലും കിട്ടാത്ത ആൾക്കാരാണ്, നിങ്ങൾ എന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളത് പറഞ്ഞു. അത് മാത്രല്ല അതിന് മുന്നിൽ കുറച്ച് കാര്യങ്ങൾ മനുഷ്യന്മാരായിട്ട് കൂട്ടാൻ പറ്റില്ല ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റ് തന്നെയാണ്, അതിന് സംശയമില്ല. LGBT പോലുള്ള കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തരം റിലേഷൻഷിപ്പിനെയാണ് സാർ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പം ഗേ ആണോ, ലെസ്ബിയൻ ആണോ, അങ്ങനെയൊന്നുമില്ല, എല്ലാത്തരം ആൾക്കാരെയും ഉള്ളു. അങ്ങനെ ഒരു ചോദ്യം മനസ്സിലായില്ലേ? അല്ല ഇപ്പം ചില ആൾക്കാരുടെ മൊത്തത്തിലുണ്ട്, പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇപ്പം ചില ആൾക്കാരുടെ സൗഹൃദം, ആദിലയും നൂറയും തന്നെ നമ്മൾ എടുക്കാം, അവരുടെ സൗഹൃദം പോസ്റ്റ്ലി എനിക്ക് ഇഷ്ടമാണ്. ചില ആണുങ്ങളും തമ്മിലുള്ള ഗേ സൗഹൃദം നമുക്ക് ചിലത് കണ്ടു കഴിയുമ്പോൾ ഇത് എന്താ ഈ കാണിച്ചു കൂട്ടുന്നേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. തോന്നിയിട്ടില്ല. അത്തരം ഹെറ്ററോസെക്ഷൽ എടുത്താലും അങ്ങനെ കാണത്തില്ലേ? ഒരു ഹസ്ബൻഡ് വൈഫും ഇവരെന്തിങ്ങനെയെന്ന് നമുക്ക് തോന്നാറില്ലേ? അങ്ങനെ തോന്നാം ആൾക്കാർക്ക്, അങ്ങനെ ചിലപ്പോൾ തോന്നി എന്ത് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവര് ചിലപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിനെ എതിർക്കുന്നവരല്ലേ അല്ലേ? അവരെ രണ്ട് വ്യക്തികളെ എതിർക്കുന്നവരായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ലക്ഷ്മി ആ വ്യക്തികളെ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അല്ലേ ലക്ഷ്മി പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാരെ കേട്ടില്ലെന്നല്ലേ പറഞ്ഞു. ഇങ്ങനെയുള്ള അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ കേട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കമ്മ്യൂണിറ്റിനെ മൊത്തം പറയുന്നത്. ഈ രണ്ട് വ്യക്തികളെ കേട്ടില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ ആരെ കേറ്റില്ലാൻ തീരുമാനിക്കാൻ പറ്റും, നോ പ്രോബ്ലം. ആരെയും കേറ്റാതിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന കാരണം കൊണ്ട് ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ വീട്ടിൽ കേട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു പ്രോബ്ലമാണ്. പറയാൻ പറ്റില്ല. അവർ പറയുന്നത് നോർമലൈസ് ചെയ്ത് കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇത്തരം കമ്മ്യൂണിറ്റികളെ എന്തുകൊണ്ടാണ് ഈ 2025 നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്?
ഇതൊരു അബ്നോർമൽ ഒന്നുമല്ലല്ലോ, നോർമലായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. അത് ഇതിനെക്കുറിച്ച് കറക്റ്റ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ, മീൻസ് ഇത് പഠിക്കാത്ത ആൾക്കാരായിരിക്കും ഇത് ഒരു അബ്നോർമലായിട്ട് കാണുന്നത്. അവരുടെ വിചാരം കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് സെക്സ് എന്നാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അങ്ങനെയുണ്ടോ, അങ്ങനെ ഒരു ധാരണയുണ്ടോ പൊതുവെ? അങ്ങനെ ഒരു ധാരണയുണ്ട്. കാര്യം ഇതൊരു പ്രകൃതി വിരുദ്ധ സാധനം എന്ന് ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ക്രിസ്ത്യൻ ഇതിൽ നിന്ന് വരുന്നതാണ്, ബൈബിളിൽ നിന്ന് വരുന്നതാണ്. ഈ പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, അത് ബൈബിളിലെ വേർഡാണ്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്ത് ബൈബിളിൽ ഈ സാധനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണും പെണ്ണുമായിട്ടുള്ള സെക്സും പുരുഷനും പുരുഷനായിട്ടുള്ള സെക്സിനെ പറ്റി പറയുന്ന സ്ഥലത്താണ് അവര് പ്രകൃതി വിരുദ്ധം എന്നുള്ള വേർഡ് വരുന്നത്. ആ വേർഡ് പിന്നെ അവര്, എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കോളനി ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കൊണ്ടുവന്ന നിയമങ്ങളാണ്. ഇന്ത്യയിൽ അങ്ങനെ, ഇന്ത്യയുടെ പുരാതന ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഈ പറയുന്ന പണ്ട് തൊട്ടേ ഈ പറയുന്ന എനിക്കൊന്ന് ഫ്ലൂയിഡിറ്റി പോലും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബൈബിളല്ല, ഇന്ത്യൻ സംസ്കാരത്തിലുണ്ട്. നമ്മൾ പുറകോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഫ്ലൂയിഡിറ്റി പോലും ഉണ്ട്. അപ്പം പലതും ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഇന്റർസെക്സ് എല്ലാം അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അവരതിനെ ഒരു സാധാരണ രീതിയിലാണ് കണ്ടിട്ടിരുന്നത്. ഇങ്ങനെയുള്ള സാധനം സാധാരണ സ്വാഭാവികമായിട്ടുള്ള സാധനമായിട്ടാണ് കണ്ടിട്ടിരുന്നത്. അത് ഈ എന്താണോ ബൈബിള് പോലെയുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ വന്ന് അത് ഈ പഠനം തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഇത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സാധനമായി. പ്രകൃതി വിരുദ്ധം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ നിയമത്തിൽ എടുത്തു മാറ്റിയത് 2018 തോന്നുന്നു. സെയിം സെക്സ് പ്രകൃതി വിരുദ്ധം. സെയിം സെക്സ് എടുത്തു മാറ്റിയ സമയത്ത് വീണ്ടും കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? പ്രകൃതി വിരുദ്ധ സെക്സ് ആയിട്ട് കാണുന്നത് എന്തൊക്കെയാണ്? ഒരേ ജെൻഡറിലുള്ള ആൾക്കാർ തമ്മിലുള്ള സെക്സ്, പിന്നെ അതായത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന സെക്സ്. നിർബന്ധിച്ച് ചെയ്യിക്കുന്ന കൺസെന്റ് ഇല്ല. കൺസെന്റ് ഇല്ല. അല്ലാതെ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ലോണം സൗഹൃദത്തോടെ ചെയ്യുന്ന, കൺസെന്റോടുകൂടി ചെയ്യുന്ന സാധനങ്ങളെ പ്രകൃതി വിരുദ്ധമായിട്ട് കണ്ടിരുന്നത് ഓറൽ സെക്സ്. ഓറൽ സെക്സ് 2018 പ്രകൃതി വിരുദ്ധം അല്ലാതാക്കിയത്. അപ്പൊ അതിനു മുമ്പ് ആരും ഓറൽ സെക്സ് ചെയ്തിട്ടില്ല ഇവിടെ. സെയിം സെക്സ് ഓക്കെ, എല്ലാവരും ധാരണ പ്രകൃതി വിരുദ്ധമാണ്. ഇവിടെ ഹെട്രോസെക്ഷൽ ഓറൽ സെക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് അല്ല, അങ്ങനെ നിയമം വരുമ്പോ ആരെങ്കിലും പോയി പറയോ ഞാൻ ഓറൽ സെക്സ് പറയുന്നതല്ല ഞാൻ ചോദിക്കുന്നു. ഈ കണ്ട പുരാണങ്ങളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് വന്ന സാധനങ്ങൾ തന്നെയാണ്. ഇവര് ഈ പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞ സാധനം നിയമത്തിൽ വന്നതുപോലെ ഈ ബൈബിളിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നത്. പല രാജ്യങ്ങളിലും കേട്ടാ, ഇന്ത്യയിൽ മാത്രമൊന്നുമില്ല, പല രാജ്യങ്ങളിലും ഇതുണ്ട്. പല രാജ്യങ്ങളിൽ ഇന്ന് തുടരുന്നതും ഈ പറയുന്ന മതപരമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമൊക്കെയാണ് തുടങ്ങുന്നത്. എനിക്കൊന്ന് ഗൾഫ് കൺട്രീസിൽ ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലല്ലോ. അത് അതിനെപ്പറ്റി എനിക്കറിയില്ല. പ്രവേശനം ഉണ്ടായില്ലേ പറ്റി എനിക്ക് ഇല്ല. അവർക്ക് അങ്ങനെ ഇപ്പം പാസ്പോർട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഒരു നാൾ പോയിട്ട് വരുമ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അവര് ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ദുബൈയിലൊക്കെ ഞാനൊരു 2007 സമയത്ത് അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഇല്ല, ഇപ്പൊ അതിന് പറ്റുന്നില്ല. പിന്നെ ഇപ്പം ട്രംപ് കുറെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രംപ് കൊണ്ടുവന്ന പുതിയ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും ആണും പെണ്ണും പെണ്ണും മതി എന്ന് പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ രേഖകളിൽ മാറ്റാൻ പറ്റാത്തതാണ്. അല്ല, അവിടെ ട്രാൻസ്ജെൻഡർ വേണ്ടെന്നും പറഞ്ഞല്ല. രേഖകളുണ്ടല്ലോ, പാസ്പോർട്ടിൽ ജനിക്കുന്ന സമയത്ത് ഏതാണോ സെക്സ് അത് മാറ്റാൻ പറ്റില്ല. അതാണ് അവിടെ പുള്ളി പറയുന്നത്. അങ്ങനെ വേണ്ട, ആ നിയമത്തിൽ, അതായത് നിങ്ങൾക്ക് ലീഗലായിട്ട് മാറ്റാൻ പറ്റില്ല. അതാണ് അവിടെ അയാൾ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഒന്നും ആയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ, കാണുന്നുണ്ടോ? അവിടെ സാധ്യത കാണുന്നില്ല. ഇത്ര നേരം സംസാരിക്കുമ്പോഴും സാറ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതാക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഒരു വ്യക്തി പറയുന്നത് എതിർക്കുക എന്നുള്ളതല്ലാതെ വേറെ ലക്ഷ്യമുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു വ്യക്തി പറയുന്നതിനെ എതിർക്കാറില്ല. ഇല്ല, എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് നമ്മൾ തമ്മിൽ യോജിച്ചു പോകുന്ന ഒരു കാര്യം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എന്റെ അമ്മയെ ബഹുമാനിക്കണം. എനിക്കറിയില്ല, ചിലപ്പോ എന്റെ വീഡിയോയിൽ കണ്ടപ്പോ തോന്നുന്നതായിരിക്കാം. വീഡിയോയിൽ അങ്ങനെയുണ്ട്. എനിക്ക് വീഡിയോയിൽ തോന്നുന്നതായിരിക്കും. പക്ഷെ എനിക്ക് യോജിച്ചു വന്നപ്പോ LGBT സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ യോജിച്ചില്ലേ? അല്ല, അതിനു മുമ്പ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അത് ഞാൻ കൊടുക്കുന്ന ഒരു ബഹുമാനം അവർക്കുണ്ട്. അത് അങ്ങനെയാണ് സാർ. അതിന് അങ്ങനെ ഇല്ല. പിന്നെ സിമി ബഹുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല സാർ യോജിച്ചു പോകാൻ നമുക്ക് സിമി ബഹുമാനിച്ചോളൂ, എനിക്ക് ഇഷ്ടമുള്ളൂ, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ബഹുമാനത്തിന്റെ കാര്യമാണെങ്കിൽ എന്റെ മദറിന് എനിക്ക് ജന്മം തന്നതുകൊണ്ട് ബഹുമാനം ഇല്ലെന്നാ പറഞ്ഞത്.
ജന്മം തന്നതുകൊണ്ട് അങ്ങനെ ഒരു ബഹുമാനമില്ല, പ്രത്യേക ബഹുമാനം ഇല്ല. പ്രത്യേക ബഹുമാനമില്ല, എനിക്ക് ബഹുമാനമുണ്ട്. ബഹുമാനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു വ്യക്തിനെ ഞാൻ എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ അടുത്ത് ബഹുമാനം ഉള്ളത് അതുപോലെ തന്നെയാണ് മദറിനോ വൈഫിനോ മക്കൾക്കോ ഒന്നും പ്രത്യേക സ്ഥാനങ്ങളൊന്നും ഇല്ല. പിന്നെ ആ ചോദിച്ച ചോദ്യത്തിൽ ഇതെന്ന് പറയുന്നത് വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ നോക്കിയെന്ന് പറയുന്നത് അത് പിന്നെ ഞാനല്ലേ കൂടെ ഉള്ളത്, ഞാൻ അല്ല നോക്കണം. അങ്ങനെയല്ല. അപ്പം ഈ ഏറ്റവും പ്യുവർ ആയിട്ട് ഒരു കാണുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി എന്നുള്ളത് അതെല്ലാം പ്യുവർ ആയിട്ട് തന്നെ കാണുന്നത്. അപ്പൊ നമുക്ക് സ്നേഹത്തിന് പുറമെ ആൾ അനുഭവിക്കുന്ന ഒരു പെയിൻ കൊണ്ട് നമുക്കൊരു ബഹുമാനം ഓട്ടോമാറ്റിക്കലി വരും. ബഹുമാനമല്ല അവിടെ. അവിടെയാണ് നമ്മൾ യോജിക്കാത്തത്. ബഹുമാനമൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് ബഹുമാനമില്ല. ബഹുമാനം ഞാൻ വേറെ രീതിയിലാണ് കാണുന്നത്. ഇപ്പൊ ഒരാള് വന്നോണ്ട് നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോ നമ്മളിങ്ങനെ എഴുന്നേക്കത്തില്ല, അതിനെയൊക്കെയാണ് ഞാൻ ബഹുമാനമായിട്ട് കാണുന്നത്. അതായത് പർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ എഴുന്നേക്കുക, എല്ലാ കുട്ടികളും ഒരു സാറ് ഒരു കാര്യമില്ലാതെ എഴുന്നേക്കുക, ഒരു മന്ത്രി വന്ന ഒരു കാര്യമില്ല എല്ലാവരും കൂടെ അങ്ങോട്ട് എഴുന്നേക്കുക, അതിനെയൊക്കെയാണ് ഞാൻ ബഹുമാനമായിട്ട് കാണുന്നത്. ഒരു കാര്യമില്ലാതെ അങ്ങ് എഴുന്നേക്കുക. ഒരു മന്ത്രി ഇപ്പൊ പിണറായി വിജയൻ നടന്നു വരുന്നു, എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒന്ന് എണീക്കുന്ന കാര്യം അതിനെയാണ് ഞാൻ ബഹുമാനമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ബഹുമാനം ഞാൻ കൊടുക്കത്തില്ലെന്നാ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ബഹുമാനം അത് വ്യക്തിയുടെ താല്പര്യമാണ്. നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ വയസ്സിന് മൂത്ത ആൾക്കാർ, വയസ്സിന് മൂത്തതോ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, എന്റെ വയസ്സിന് മൂത്തതോ എന്നെ കഴിഞ്ഞും കൂടുതൽ അച്ചീവ് ചെയ്ത ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഓക്കെ, അവൾക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു, ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വയസ്സിന് മൂത്തതോ ഇളയതോ എന്തും ആയിക്കോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ. അല്ല, വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കുന്ന പ്രത്യേക പർട്ടിക്കുലർ ആയിട്ടില്ലല്ലോ. ഞാൻ ഒരിടത്തും പറയുന്നില്ല. ഇപ്പം ഒരു കൊലപാതകം ചെയ്തിട്ട് വന്നിരിക്കുക, ഞാൻ പറയുന്നേക്കെ ഒരു കൊലപാതകം ചെയ്തിട്ട് അല്ല അങ്ങനല്ല, ഞാൻ പറയുന്നേക്കെ, എന്നെ പറയാൻ സമ്മതിക്കേ. എന്റെ ഒരു 5 വയസ്സിന് മൂത്ത ആള് കൊലപാതകം ചെയ്തിട്ട് വന്നിരിക്കുക, എന്റെ വയസ്സിന് മൂത്താന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എണീറ്റ് ബഹുമാനിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അയാളെ ബഹുമാനിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? അതല്ല ഞാൻ ചോദിച്ചതല്ല. അവിടെ അപ്പോഴാണ് പറയുന്നത് വയസ്സിന് മൂത്തതിനേക്കും ഉപരി അവനോ ചെയ്യുന്ന പ്രവൃത്തിനാണ് ആ പ്രവൃത്തിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്. എനിക്ക് ജന്മം തന്ന അമ്മയ്ക്ക് ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ ആ പ്രവൃത്തിയോട് ഞാൻ ബഹുമാനിക്കുന്നു. എന്റെ അമ്മയ്ക്ക് തീരുമാനിക്കുക ഇവളെ ഞാൻ പ്രസവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് സംസാരിക്കുന്നുണ്ടാവില്ല. പ്രസവിക്കുന്ന സ്ത്രീകളെല്ലാം ഞാൻ ഒരുപോലെയാണ് കാണുന്നത്, അവിടെ പ്രത്യേകിച്ച് ബഹുമാനം ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇവിടെയുള്ള എല്ലാ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം അവർ വലിയ പ്രവൃത്തിയിലൂടെ കടന്നുപോയി. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ തമ്മിൽ യോജിക്കില്ല. എന്നിരുന്നാലും നമ്മൾ ഇനി സംസാരിച്ചാൽ ചിലപ്പോൾ അടി ഉണ്ടാവും. നമുക്ക് സൗഹൃദത്തെ പിരിയാം. താങ്ക് യു സോ മച്ച്.